ഹലോ എവരിവൺ, എല്ലാവർക്കും എയ്സ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ വീഡിയോകളിൽ നമ്മുടെ വെബ്കോ LDCയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വരുന്ന കാര്യമോ, അതേപോലെ തന്നെ എന്നായിരിക്കും എക്സാം എന്നുള്ള കാര്യമോ, അതേപോലെ തന്നെ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് അന്നത്തെ വീഡിയോയിൽ ഒരുപാട് പേർക്ക് സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതായത് സാറേ കഴിഞ്ഞ വട്ടം മറ്റേ നോട്ടിഫിക്കേഷൻ പറഞ്ഞ സമയത്ത് സാറ് മറ്റേ നമ്മുടെ സാലറിയെ കുറിച്ച് പറഞ്ഞില്ല, ലീവ് ഉണ്ടെന്ന് പറഞ്ഞു, ലീവിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതേപോലെ എങ്ങനെയൊക്കെ ലീവ് ലഭിക്കും, അത്രയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഈ പറയുന്ന നമ്മുടെ വെബ്കോ LDCയുടെ കീഴിൽ നിങ്ങൾക്ക് ലീവ് എത്രയായിരിക്കും, അതേപോലെ സാലറി സ്കെയിൽ എങ്ങനെയായിരിക്കും, ഏജ് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയുടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നമ്മുടെ ASDBയിലേക്ക് സ്വാഗതം. ഓക്കെ നിങ്ങൾ അവസാനം വരെ നമ്മുടെ വീഡിയോ കണ്ടിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം ഈ പറയുന്ന കേരള PSC ആണ് നമ്മുടെ വെബ്കോയിലേക്ക് എന്ത് ചെയ്യുന്നത്, ആളുകൾ എടുക്കുന്നത് നമുക്കറിയാം അല്ലേ. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന കേരള സ്റ്റേറ്റ് ബിവറേജസ് മാനുഫാക്ചറിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് ഈ പറയുന്ന നിങ്ങളെ വിളിക്കുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ ഈ വേരിയസ് നമ്മുടെ ബിവറേജുകളുടെ ഔട്ട്ലെറ്റുകളിൽ പ്രധാനമായിട്ടും ഹെഡ് ക്വാർട്ടേഴ്സ്, ഔട്ട്ലെറ്റുകൾ, അതേപോലെ തന്നെ അവരുടെ ചെറിയ ചെറിയ അവർ ബ്രാഞ്ചസുകളിലേക്കാണ് പ്രധാനമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നത്, പോസ്റ്റിംഗ് വെക്കുക. ഓക്കെ, അപ്പോൾ അതുപോലെ വരാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വെബ്കോ LDC ആണ്, അതായത് LD ആണ്, അതായത് നമ്മുടെ ലോവർ ഡിവിഷൻ ക്ലർക്കിൻ്റെ ആണ് വരുന്നത്. ഓക്കെ, അതേപോലെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പം നമ്മുടെ നോട്ടിഫിക്കേഷനകത്ത് ഞാൻ പറഞ്ഞിരുന്നു ഈ പറയുന്ന 9190 അല്ല നമ്മുടെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത്, അതിന്റെ വ്യത്യാസം വരുമെന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതെന്ന് പറയുന്നത് 2021 ഓക്കെ ഗസറ്റ് ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ 30/11/2021 ഗസറ്റ് ഡേറ്റിൽ അടിസ്ഥാനപ്പെടുത്തി ലാസ്റ്റ് ഡേറ്റ് 5/1/2020 അടിസ്ഥാനപ്പെടുത്തി ഇറങ്ങിയിട്ടുള്ള നമ്മുടെ ഈ നോട്ടിഫിക്കേഷന്റെ ഒരു പകർപ്പാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കുക, പുതിയൊരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും നമ്മുടെ ശമ്പള സ്കെയിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ശമ്പള സ്കെയിലൊക്കെ 2022 ശേഷം ഈ പറയുന്ന ഒരുപാട് ശമ്പള സ്കെയിലും ഒരുപാടൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടായി. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. അപ്പം പുതുക്കിയ ശമ്പള സ്കെയിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞുള്ള കാര്യം തന്നെയാണ് ഈ പറയുന്ന ഡിഗ്രി ഈ പറയുന്ന 10ാം ക്ലാസ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ള ഏതൊരു വ്യക്തിക്കും എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഈ പറയുന്ന നമ്മുടെ വെബ്കോ LDCക്ക് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കും. പക്ഷേ അവർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ ഏകദേശം 36 വയസ്സ് വരെ ആയിരിക്കണം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഏജ് റിലാക്സേഷൻ തീർച്ചയായിട്ടും ലഭിക്കും. കൊറോണ കാരണം വന്നിട്ടുള്ള ഗ്യാപ്പ് എന്ത് ചെയ്യും, കാരണം നിങ്ങൾക്ക് എന്തായാലും ഏജ് റിലാക്സേഷൻ ലഭിക്കും, അതിനെക്കുറിച്ച് വിഷമിക്കൊന്നും വേണ്ട. ഓക്കെ, അതേപോലെ തന്നെ SC ST OBC പറയുന്ന കാറ്റഗറികൾ പെടുന്നവരാണ്, റിസർവ് കമ്മ്യൂണിറ്റി പെടുന്ന കാറ്റഗറികൾ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും ഏജ് റിലാക്സേഷൻ ഈ പറയുന്ന 2, 3, 5 എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, 5 വർഷം വരെ മാക്സിമം റിലാക്സേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ നമ്മൾ വന്ന കാര്യം നമ്മുടെ സാലറി പേ സ്കെയിലിനെ കുറിച്ച് അല്ലെങ്കിൽ സാലറി സ്കെയിലിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ കറണ്ട് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഈ പറയുന്ന ഒരു LD ക്ലർക്കായിട്ട് നിങ്ങൾ കയറുക ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 26,500 മുതൽ 60,700 വരെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കൊരു ഈ പറയുന്ന സാലറി സ്കെയിലിംഗ് പ്രതീക്ഷിക്കുന്നതാണ്. ഓക്കെ, ഈ പറഞ്ഞ 26,500 മുതൽ 60,700 വരെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സാലറി സ്കെയില് പ്രതീക്ഷിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് അത് കൂടാതെ തന്നെ ഡിയറൻസ് അലവൻസ്, ഹൗസിംഗ് റെന്റിംഗ് അലവൻസ് എന്ന് പറയുന്ന അലവൻസുകൾ നിങ്ങൾക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എന്താണ് ഡിയറൻസ് അലവൻസും ഹൗസിംഗ് റെന്റിംഗ് അലവൻസ് ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന സ്റ്റേറ്റ് വൈഡ് എക്സാമിനുകളാണ് വരുന്നതെങ്കിൽ സ്റ്റേറ്റ് വൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പ്രധാനമായിട്ടും പ്രിലിംസും മെയിൻസും എന്ത് ചെയ്യും കാണുന്നതായിരിക്കും. അതേസമയം ഡിസ്ട്രിക്ട് വൈസ് ആണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ എന്ത് ചെയ്യും, പ്രിലിംസ് മാത്രമേ എന്ത് ചെയ്യുക പൊതുവേ കാണാറുള്ളൂ. ഓക്കെ, സ്റ്റേറ്റ് വൈസ് ആണെങ്കിൽ മാത്രമേ പ്രിലിംസും മെയിൻസും കാണുന്നില്ല. അതല്ല ഡിസ്ട്രിക്ട് വൈസ് ആണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഈ പറയുന്ന പ്രിലിംസ് മാത്രം എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഒരൊറ്റ എക്സാം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാണാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ പറയാം. ഓക്കെ, അതേപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ എനിക്കറിയാം ഈ പറയുന്ന വെബ്കോയുടെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയാമായിരിക്കും ഏകദേശം ഒരു ഈ പറഞ്ഞ 10 മണി തൊട്ട് 5 മണി വരെ അല്ല, 10 മണി തൊട്ട് ഏകദേശം 9 മണി വരെ, രാത്രി 9 മണി വരെയാണ് നിൽക്കുന്നത്. ഓക്കെ, അതിനകത്ത് പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണോ 5 മണി തൊട്ട് ഈ പറഞ്ഞ 5 മണി തൊട്ട് 9 മണി വരെ നിൽക്കുന്ന ആളുകൾക്ക്, ഓക്കെ 5 മണി തൊട്ട് 9 മണി വരെ നിൽക്കുന്ന ആളുകൾക്ക് പ്രധാനമായിട്ടും ഈ പറയുന്ന 420 രൂപ പ്രത്യേകം എന്ത് ചെയ്യുന്ന ഒരു അലവൻസ് എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ടും കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈ പറഞ്ഞ ഷോപ്പ് അലവൻസ് എന്ന് പറഞ്ഞാൽ അലവൻസ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഈ പറയുന്ന 5 മണി തൊട്ട് 9 മണി വരെ സമയമാണ് ഈ പറയുന്നത്. ഓക്കെ, ഈ രാത്രിയിലാണ്, രാവിലെ അല്ല, ഇപ്പോൾ രാത്രി ആ സമയത്തിനുള്ളിലാണ് ഈ പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന അലവൻസുകൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 35ഓളം, 35 അല്ലെങ്കിൽ 38, ഓക്കെ ഈ പറയുന്ന റേഞ്ചിനുള്ളിൽ 38 പ്ലസ് അടുപ്പിച്ച് നിങ്ങൾക്ക് ഒരു സാലറി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, 38 പ്ലസ് എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സാലറി എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന വെബ്കോ LDC എന്ന് പറയുന്നത്. ഓക്കെ, സാലറിയെ കുറിച്ചുള്ള നിങ്ങളുടെ ഡൗട്ടൊക്കെ മാറിയെന്ന് പ്രതീക്ഷിക്കുന്നു.
അടുത്തത് നിങ്ങൾക്ക് പ്രധാനമായിട്ട് അറിയേണ്ട ഒരു കാര്യം പറഞ്ഞാൽ ലീവുകളും മറ്റ് ബെനിഫിറ്റുകൾ എന്തെല്ലാമാണെന്നുള്ളതായിരുന്നു. ഓക്കെ, ലീവുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും എല്ലാ വീക്കിലും എന്ത് ചെയ്യും, പൊതുവെ ഒരു ഓഫ് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, വീക്കിലി ഓഫ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ എത്ര പേരാണോ അവിടെ ജോലിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ലീവുകൾ എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. ഓക്കെ, വീക്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഒരു ഓഫ്. അതേപോലെ തന്നെ സിക്ക് ലീവ്, ക്യാഷ് ലീവ് പ്രധാനമായിട്ടും ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് സിക്ക് ലീവും കാഷ്വൽ ലീവ് എന്ത് ചെയ്യും പ്രധാനമായിട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം 12 അടുപ്പിച്ചാണ് സിക്ക് ലീവും കാഷ്വൽ ലീവും പ്രധാനമായിട്ട് കൊടുത്ത് കാണുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ പറയുന്ന ഫസ്റ്റ് മന്ത്, ഓക്കെ, ഈ പറയുന്ന എല്ലാ മാസത്തിലെ 1-ാം തീയതി എന്ത് ചെയ്യും, നിങ്ങൾ പറയത്തില്ലേ 1-ാം തീയതി ഡ്രൈ ഡേ ആണ് നിങ്ങൾ പറയുന്ന പോലെ തന്നെ എന്തുകൊണ്ടാണ് ഡ്രൈ ഡേ പറയുന്നത്, ഈ പറയുന്ന എന്താണ് ഈ പറയുന്ന യുവറേജിലും മറ്റു സംവിധാനങ്ങളൊക്കെ എന്ത് ചെയ്യും പൊതുവെ അടവായിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ എല്ലാ ദിവസവും 1-ാം തീയതി അവധിയായിരിക്കും. അതേപോലെ തന്നെ ഇലക്ഷൻ ദിവസങ്ങൾ, ഓക്കെ, ഇലക്ഷൻ ദിവസങ്ങളിൽ പൊതുവെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അവധി ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ പറയുന്ന ഇലക്ഷൻ കഴിഞ്ഞുള്ള വോട്ടിംഗ്, ഓക്കെ, വോട്ട് എണ്ണുന്ന ദിവസങ്ങളിൽ മറ്റും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ രീതിയിൽ നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഈ പറയുന്ന ഇലക്ഷൻ കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് പറയുന്ന അല്ലെങ്കിൽ ഇലക്ഷൻ റിസൾട്ട് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഇത്തരത്തിൽ ലീവ് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഓഫ് നിങ്ങൾക്ക് എന്ത് ചെയ്യും ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ ലഹരി വിരുദ്ധ ദിനത്തിൽ, ഓക്കെ, ലഹരി വിരുദ്ധ ദിനത്തിൽ എന്ത് ചെയ്യും, ഈ പറയുന്ന ജൂൺ 26 നിങ്ങൾക്ക് എന്ത് ചെയ്യും ഈ പറയുന്ന ഒരു ലീവ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും കിട്ടുന്നതാണ്. അതേപോലെ തന്നെ ദുഃഖവെള്ളി, അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരു ജയന്തി, അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരു സമാധി, അതേപോലെ തന്നെ ഗാന്ധി ജയന്തി, അതേപോലെ ഗാന്ധി സ്മരണ ദിവസം, ഈ പറയുന്ന ദിവസങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ദിവസങ്ങളൊക്കെ പ്രധാനമായിട്ട് എനിക്ക് എന്ത് ചെയ്യും ലീവ് എന്ത് ചെയ്യും കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഇതാണ് അല്ലേ, ഇത്തരത്തിൽ ഒരു അവധികൾ മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന വെബ് ഡീസ് എന്ന് പറയുന്നത്. ഓക്കെ, അത്യാവശ്യം വലിയ ഒരു അത്യാവശ്യം നല്ല ശമ്പള സ്കെയില്, ഒക്കെ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ജോലി ചെയ്ത് നമ്മുടെ നാട്ടിലൊക്കെ ജീവിച്ചു പോകണം എന്നുള്ളവരൊക്കെയാണ് സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ജീവിക്കാൻ പറ്റുമെന്നാണ് ഈ പറയുന്ന വെബ് ഡീസിലെ ജോലി എന്ന് പറയുന്നത്, ജോലി കിട്ടിക്കഴിഞ്ഞാൽ. അപ്പം നിങ്ങൾ ഈ പറയുന്ന വെബ് ഡീസ് കണ്ട് ഇപ്പോഴും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് തയ്യാറെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം എന്ത് ചെയ്യുക, അതിനുശേഷം പരീക്ഷ ആവട്ടെ എന്ന് പറഞ്ഞിരുന്ന് നിൽക്കരുത്. നിങ്ങൾ ഇപ്പം തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, കാരണം എന്ത് ചെയ്യുക, നിങ്ങളുടെ കൂടെ ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഓക്കെ, ഈ പറയുന്ന ജോലിയിലേക്ക് കയറുമ്പോൾ ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്, കോമ്പറ്റീഷൻ എന്ത് ചെയ്യാം കൂടി വരാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് പറ്റാവുന്ന എഫോർട്ട് നിങ്ങൾ എന്ത് ഇപ്പോഴേ ഇട്ട് തുടങ്ങുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അത്തരത്തിൽ നമ്മൾ ഈ പറയുന്ന BFQL-DC അല്ലെങ്കിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പോലത്തെ എക്സാമിനേഷൻസ് വേണ്ടി തയ്യാറാക്കുന്നവരാണ് നിങ്ങൾ. നമ്മുടെ ACDB അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയൊരു കോഴ്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ പ്രധാനപ്പെട്ട പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഡെയിലി ക്ലാസ്സുകളുണ്ട്. ഓക്കെ, ഡെയിലി നമുക്ക് ക്ലാസ്സുകളുണ്ട്. അതേപോലെ ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡെയിലി കറണ്ട് അഫയേഴ്സ് സെക്ഷനുകളുണ്ട്, ഡെയിലി മോക്ക് ടെസ്റ്റുകളുണ്ട്, ഡെയിലി പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെക്ഷനുകളുണ്ട്, സ്പെഷ്യൽ കറണ്ട് അഫയേഴ്സ് സെക്ഷനുകളുണ്ട്, മോട്ടിവേഷൻ സെക്ഷനുകളുണ്ട്. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മെന്റർഷിപ്പ് സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്, ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ് ലഭിക്കുന്നുണ്ട്. ഓക്കെ, വിത്ത് ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ACDB അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാ ദിവസവും ക്ലാസ്സുകൾ തന്ന ക്ലാസ്സുകൾ എങ്ങനെയൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി അതിന് മോക്ക് ടെസ്റ്റുകൾ നടത്തി അതിനുശേഷം മോക്ക് ടെസ്റ്റ് ഈ പറയുന്ന ക്ലാസ്സുകളൊക്കെ ഏകദേശം നിങ്ങൾക്ക് ഒരു സെറ്റായി വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യും എക്സാമിനേഷന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ അതിന് വേണ്ടി സെറ്റാക്കി വിടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ACDB അക്കാഡമിയുടെ ആപ്പ്, ഓക്കെ, നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അതല്ല നിങ്ങൾക്ക് പറയുന്ന നമ്മുടെ ഈ പറയുന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, എന്താണ് കോഴ്സ്, എങ്ങനെയാണ് കോഴ്സ്, ഈ പറയുന്ന കോഴ്സിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഓക്കെ, അതേപോലെ BFQL-DC എന്നാൽ എന്താണ്, അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ട് എന്നുള്ളവരാണ് നിങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന നമ്പറിൽ എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ്. ഓക്കെ, ഈ പറയുന്ന 9995467246 നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തരം സംശയങ്ങളും ആയിക്കോട്ടെ, ഓക്കെ, നമ്മളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമ്മൾ ഈ പറയുന്ന കോഴ്സിനോട് എന്ത് സംശയത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളെ കോൺടാക്ട് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് സജഷൻസോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ തൊട്ട് താഴെയായിട്ട് ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോമിൽ കയറിയ ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സജഷൻ എന്താണ് അല്ലെങ്കിൽ ഈ പറയുന്ന ഡൗട്ട്സുകൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ നിങ്ങൾക്ക് അവിടെ നോട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം എന്ത് ചെയ്യും ലഭിക്കുന്നത് ആയിരിക്കും. അതേപോലെ തന്നെ പുതുതായിട്ട് പറഞ്ഞ ഗവൺമെന്റ് എക്സാമുകളുടെയൊക്കെ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻസ് അപ്ഡേറ്റുകളും മറ്റും അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ACDB അക്കാഡമിയുടെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് കയറി ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അവിടെ ജോയിൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് പറ്റും, പുതിയ നോട്ടിഫിക്കേഷൻ എന്തെല്ലാമാണ്, അപ്ഡേറ്റുകൾ എന്തെല്ലാമാണ്, പുതിയ ക്ലാസ്സുകൾ മറ്റുള്ള സംവിധാനങ്ങളെക്കുറിച്ചൊക്കെ എന്ത് പറ്റും, നിങ്ങൾക്ക് നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സംവിധാനങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അവിടെ നിന്ന് കയറി ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ പറയുന്ന BFQL-DC അല്ലെങ്കിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ PSC എക്സാമിനേഷൻസിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നല്ല ദിവസം കൂടി എന്താണ് ആശംസിക്കുകയാണ്. ഓക്കെ, നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ജോലി കിട്ടിയത് ആത്മാർത്ഥത്തോട്ട് ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. താങ്ക് യു.